നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് വിട. മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. ഗവർണർ, മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരും സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. RSS മുതിർന്ന പ്രചാരകൻ S. സേതുമാധവനും പ്രാന്തീയ കാര്യകർത്താക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജനം ടിവിക്ക് വേണ്ടി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള, പ്രോഗ്രാം ആൻഡ് കറന്റ് അഫയേഴ്സ് എഡിറ്റർ അനിൽ നമ്പ്യാർ എന്നിവർ ചേർന്ന് പുഷ്പചക്രം സമർപ്പിച്ചു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുക? കൃഷ്ണരാജ് വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് രാവിലെ 5 മണിക്കാണ് എറണാകുളത്തെ എളമക്കരയിലെ വീട്ടിൽ നിന്നും ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം ഈ മുടവൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം വീട്ടിൽ ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. 4 മണി വരെ പൊതുദർശനം ഉണ്ടാകും. നിലവിൽ ഇതുവരെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, കലാമേഖലകളിൽ നിന്നിട്ട് ഒട്ടനവധി ആളുകൾ, പ്രമുഖർ ഈ വീട്ടിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മറ്റ് മന്ത്രിമാരടക്കമുള്ള ആളുകളെത്തി. ഒപ്പം രാഷ്ട്രീയ മേഖലയിൽ നിന്നും നിരവധിയായിട്ടുള്ള ആളുകൾ, തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകളെത്തി. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസും ഔദ്യോഗിക അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മോഹൻലാലിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇവിടെയുണ്ട്. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിനുമൊക്കെയായിട്ട് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് വേണ്ടി മുതിർന്ന കാര്യകർത്താവ് S. സേതുമാധവൻ, അതോടൊപ്പം തന്നെ A. ജയകുമാർ അടക്കമുള്ള കാര്യകർത്താക്കൾ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ജനം ടിവിക്ക് വേണ്ടി CFO, അതോടൊപ്പം തന്നെ ചീഫ് എഡിറ്റർ, പ്രോഗ്രാം ആൻഡ് കറന്റ് അഫയേഴ്സ് ചീഫ് അടക്കമുള്ള ആളുകൾ പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജനം TV MD ചെങ്കൽ രാജശേഖരൻ, അദ്ദേഹവും ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നിരവധിയായിട്ടുള്ള സാധാരണക്കാർ, മോഹൻലാലിനെ സ്നേഹിക്കുന്ന, മോഹൻലാലിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാർ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ ഇങ്ങനെ ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല തിരക്ക് അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ, തിരുവനന്തപുരത്തെ വീട്ടിൽ രാവിലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നോക്ക് അമ്മയെ കണ്ടുകൊണ്ട്, മലയാളത്തിന് മഹാനടനെ സമ്മാനിച്ച അമ്മയെ ഒരു നോക്ക് കണ്ട് യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ട് മലയാള നാട് ഒന്നടങ്കം ഒഴുകിയെത്തുന്നൊരു കാഴ്ച, മുടവൻമുകളിലേക്ക് എത്തുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 4 മണിക്ക് പൊതുദർശനം അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പോലീസ് അടക്കമുള്ള ആളുകൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. എങ്കിലും നല്ല തിരക്ക് തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 4 മണിയോടുകൂടി തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച് വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തും. കാരണം മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥനും അതോടൊപ്പം തന്നെ സഹോദരൻ പ്യാരിലാലും അന്ത്യവിശ്രമം കൊള്ളുന്നത് മുടവൻമുകളിലെ ഈ വീട്ടിൻ്റെ വളപ്പിൽ തന്നെയാണ്. അവിടെ തന്നെയായിരിക്കും അമ്മയ്ക്കും അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ടാവുക. മോഹൻലാലിൻ്റെ കുടുംബം, ഭാര്യ സുചിത്ര, മകൾ വിസ്മയ, മകൻ പ്രണവ് മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള പ്രിയദർശനും സുരേഷ് കുമാറും MG ശ്രീകുമാറും അടക്കമുള്ള ആളുകളും രാവിലെ മുതൽ തന്നെ ഈ മുടവൻമുകളിലെ വീട്ടിൽ മോഹൻലാലിന് ഒപ്പം തന്നെയുണ്ട്. എന്തായാലും പൊതുദർശനം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. ജനം TV MD പുഷ്പചക്രം അർപ്പിക്കുകയാണ്. നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് സാംസ്കാരിക കേരളം ഒന്നാകെ വിട നൽകുകയാണ്. ഇപ്പോൾ പൊതുദർശനം മുടവൻമുകളിലെ വീട്ടിൽ തുടരുകയാണ്. 4 മണിക്ക് മുൻപ് പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് തീരുമാനം. നിരവധി പ്രമുഖർ അവിടേക്ക് എത്തുന്നുണ്ട്.